കൊച്ചി ഇ.ഡി. ഓഫീസിൽ വിജിലൻസ് പരിശോധന. ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിലെ വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, കൊച്ചി ഇ.ഡി. ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിലാണ് വിജിലൻസ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇ.ഡി. ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറിനെ അറസ്റ്റ് ഹൈക്കോടതി തടയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ.ഡി. ഓഫീസിലേക്ക് ഇ.ഡി. ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടക്കുന്നത്. പ്രധാനമായും ഈ കശുവണ്ടി വ്യവസായിയായിട്ടുള്ള അനീഷ് ഈ ഇ.ഡി. ഓഫീസിൽ നിന്നുമാണ് കൈക്കൂലി അടക്കമുള്ള കാര്യങ്ങൾ നൽകിയതെന്നാണ് വിജിലൻസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും അന്ന് ആ ഇ.ഡി. ഓഫീസിൽ നടന്ന വാസ്തവം എന്താണ്, അല്ലെങ്കിൽ എന്താണ് സത്യാവസ്ഥ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നായിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷ ശേഖർ കുമാർ ഇ.ഡി. ഉദ്യോഗസ്ഥനായിട്ടുള്ള കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും അതിനുശേഷം ഈ ശേഖർ കുമാറിന്റെ അറസ്റ്റ് അടക്കം തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നിലവിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിശോധന മാത്രമാണ് നടത്തുന്നത്. വിജിലൻസിന്റെ നേതൃത്വത്തിലുള്ള ഒരു റെയ്ഡാണ് നടക്കുന്നത്. ഈ റെയ്ഡിലായിരിക്കും എന്താണ് അന്ന് നടന്ന സത്യാവസ്ഥ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി ഇ.ഡി. ഓഫീസിൽ വിജിലൻസ് പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കേസിലെ വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് പരിശോധന. വിനയയാണ് വിവരങ്ങൾ നൽകിയത്.